അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു സെഹ്റാസ് വേൾഡ്. കുറേ കാലത്തിന് ശേഷം ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇന്ന് കാണിക്കുന്നത് ഓറഞ്ച് കേക്കാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഓറഞ്ച് കേക്കാണ് ഇവിടെ കാണിക്കുന്നത്, എഗ്ലെസ് ആയിട്ടുള്ളത്. നമുക്ക് ഒരു സ്റ്റീൽ ബൗളിൽ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് കാണിക്കണത്. നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റ് തന്നെ ഇതിനുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അതുപോലെ എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് കിടക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഓറഞ്ച് ജസ്റ്റ് എടുക്കുകയാണ്. എസൻസിന് പകരമായിട്ട് നമ്മൾ ഇതാണ് യൂസ് ചെയ്യണത്. ഇത് ഇതുപോലെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക, ചെറിയ സ്ലൈഡിൽ. വൈറ്റ് പോർഷൻ ഒരിക്കലും അതിൽ ഉൾപ്പെടാൻ പാടില്ല, കാരണം കയ്പ്പ് ടേസ്റ്റാണ് ഉണ്ടാവുക. ഇത് ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഉണ്ടാവും. അത് മൊത്തമായിട്ട് നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്യുന്നുണ്ട്. വീഡിയോൻ്റെ കുറച്ച് ഭാഗം എൻ്റെ മോളും കസിൻ്റെ മോളും കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കും. കേക്ക് എങ്ങനെ ഉണ്ടാക്കണം അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഷുഗറാണ്. ഇനി നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഓറഞ്ച്, ഫസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ കേട് എടുക്കാം. ബട്ടറിന് പകരമായിട്ട് നമുക്ക് സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളത് ബട്ടറാണ്. നെക്സ്റ്റ് വേറൊരു ബൗളിലോട്ട് 1 കപ്പ് മൈദ അരിച്ചെടുക്കുക. അതിൻ്റെ കൂടെ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ അതും കൂടെ അരിച്ചെടുക്കണം. ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ. ഇവ രണ്ടും അരിച്ചെടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. മാറ്റി വെച്ച ബാറ്ററിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ മുമ്പായിട്ട് ഒരു ടൈമും കൂടെ നമ്മളത് അരിച്ചെടുക്കുന്നുണ്ട്. ഡയറക്റ്റ് അതിലോട്ടാണ് നമ്മൾ അരിച്ചെടുക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. നെക്സ്റ്റ് ഓറഞ്ച് ജ്യൂസാണ് ആവശ്യം. 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസ്. അതിവിടെ കാണിക്കണില്ല എടുക്കുന്നത്. ഓറഞ്ച് ജ്യൂസ് കുറേശ്ശായിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരേ ഡയറക്ഷനിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിലോട്ട് ഒരു ഓറഞ്ച് കേക്ക് എന്ന് പറയുമ്പോൾ ഒരു കളറിന് വേണ്ടിയിട്ട് ഓറഞ്ച് കളറ്, ഫുഡ് കളറ് ആഡ് ചെയ്യുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. അത് ആഡ് ചെയ്താലേ നമുക്കൊരു കേക്കിൻ്റെ, ആ ഓറഞ്ച് കേക്കിൻ്റെ ഒരു കളർ കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് കേക്കിൻ്റെ ട്രേ ആണ് നമ്മളൊന്ന് ഗ്രീസ് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് സൺഫ്ലവർ ഓയിൽ ചെറുതായിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മേലെ കുറച്ച് മൈദ എടുത്തിട്ട് ഒന്ന് തൂവി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ബാറ്റർ അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. ഈ ടൈമിൽ തന്നെ ഞാൻ കുക്കർ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. കുക്കറിലാണിത് ഉണ്ടാക്കുന്നത്. കുക്കറിൽ വേറൊരു ബൗൾ വെച്ചിട്ട് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ട് 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്.
10 മിനിറ്റ്സിന് ശേഷം കേക്ക് ട്രേ നമ്മൾ അതിൽ വെച്ച് കൊടുത്തു. ഇനി കുക്കറിൻ്റെ വിസിൽ റിമൂവ് ചെയ്തിട്ട് വേണം നമ്മൾ ക്ലോസ് ചെയ്യാനായിട്ട്. ഒരു 50 to 60 മിനിറ്റ്സാണ് വേണ്ടത്. ഞാനിവിടെ ഒരു 45 മിനിറ്റ്സിൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ എനിക്കൊരു 55 ആ ടൈമിലാണ് 55 മിനിറ്റ്സ് ആയപ്പോഴാണ് എനിക്ക് കേക്ക് ഇവിടെ റെഡി ആയിട്ടുള്ളത്. ഞാനിവിടെ സ്റ്റീലിൻ്റെ ബൗൾ എടുത്തുകൊണ്ട് തന്നെ അതിൻ്റെ ടൈമും നമ്മൾ ബേക്ക് ചെയ്യണ ബേക്കിംഗ് ട്രേൻ്റെ ടൈമിൽ തന്നെ മാറ്റം ഉണ്ടാവും. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ചെയ്യുമ്പോൾ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു കേക്കാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Thanks for watching.